ഹലോ ഗൈസ്, അപ്പോൾ ഇന്നതാ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ആറ്റുകാൽ പോവാണ് കേട്ടോ. അപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോ പൊങ്കാലയ്ക്കോ ഒന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരമാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും അതുപോലെ തന്നെ ഇന്നോസും പിന്നെ ചേച്ചി ദിയക്കുട്ടി, ഇത്തൂസ്, അമ്മ, അച്ഛൻ, പിന്നെ സുഹിത്തേട്ടൻ്റെ അമ്മ, നമ്മളെല്ലാവരും കൂടിയാണ് കേട്ടോ പോയത്. അപ്പോൾ വൈകുന്നേരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത്തൂസ് ഇന്നൂസ് ഉറങ്ങുന്ന സമയമാണല്ലോ. അതുകൊണ്ട് തന്നെ വണ്ടി കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ രണ്ടുപേരും നല്ല ഉറക്കമായി കേട്ടോ. അവർ മാത്രമല്ല, ദിയക്കുട്ടിയും അതുപോലെ തന്നെ ദിയക്കുട്ടിയുടെ അമ്മാമ്മയും ചെറുതായിട്ടൊന്നും മയങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ അവർ എഴുന്നേറ്റിട്ടുണ്ട്. നമ്മുടെ ഇന്നൂസ് അവൾ അപ്പച്ചിയുടെ കയ്യിലിരുന്ന കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തൂസ് അപ്പോഴും ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ക്ഷേത്രത്തിലെത്തി. അപ്പോൾ തിരക്കൊന്നും കാണത്തില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്, പക്ഷേ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിതിപ്പോൾ രണ്ടാം തവണയാണ് ആറ്റുകാൽ പോകുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ ഒരുപാട് തവണ പോയിട്ടൊന്നുമില്ല, പക്ഷേ ചേച്ചിയും അവിടെ അമ്മയൊക്കെ ഒരുപാട് തവണ പോയിട്ടുണ്ട്. ഒരു പൊങ്കാലയ്ക്കൊക്കെ എല്ലാ തവണയും പോയിട്ടുണ്ട്. പക്ഷെ ഞാനങ്ങനെ പൊങ്കാലയ്ക്ക് ഇതുവരെ പോയിട്ടില്ല. ഇനിയിപ്പോൾ ഇന്നൂസിനെ കൊണ്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും നാരങ്ങ വിളക്ക് കത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്ഷേത്രത്തിൽ കയറുന്നത് വരെയുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് ആ ഫോൺ ഓഫ് ചെയ്യണ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ട് നാരങ്ങ വിളക്ക് നടത്താൻ വേണ്ടിയിട്ട് നിന്ന് കേട്ടോ. ചെറിയൊരു ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ നാരങ്ങയൊക്കെ മേടിച്ച് ഞങ്ങൾ കത്തിച്ചു, വിളക്കൊക്കെ കത്തിച്ച് വെച്ച് കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇന്നോസ് അവളുടെ അച്ചാച്ചൻ്റെ കയ്യിലിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി ഗൈസ്. അപ്പോൾ ബൈ ബൈ.